വെൽക്കം ടു ജോളിസ് കുലീന. ഇത് ഞാൻ കപ്പ കൊണ്ടുള്ളൊരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ കപ്പയുടെ തോലൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. കപ്പ മെഴുക്ക് പുരട്ടിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കപ്പ കട്ട് ചെയ്യാം. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിടണം. അങ്ങനെ കപ്പ മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കപ്പ വേവിച്ചു. കപ്പ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ താളിച്ചെടുക്കാം. അപ്പോൾ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങി. ഇതിലേക്ക് 2 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, 12 ചെറിയ ഉള്ളി ചതച്ചത്, നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ കപ്പ പല മാതിരി വെക്കാറുണ്ടല്ലോ. ഓരോ കപ്പ നമ്മൾ വെക്കുമ്പോഴും അതിന് ഓരോ ടേസ്റ്റാണ്. ഇപ്പോൾ പാൽക്കപ്പ വയ്ക്കുമ്പോഴും അല്ലെങ്കിൽ കപ്പ അരിയിൽ വയ്ക്കുമ്പോഴും ഒക്കെ നമുക്ക് പല ടേസ്റ്റാണ്. ഓരോന്നിനും ഓരോ ടേസ്റ്റ്. അതുപോലെ തന്നെ ഈ കപ്പ മെഴുക്ക് പുരട്ടിയതിനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ഉള്ളി നന്നായിട്ട് വഴറ്റി വരട്ടെ. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴറ്റി കിട്ടി. ഇതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി. അത് നമ്മൾ മുളക് ചതച്ചെടുത്താലും മതിയാകും. ഞാനൊരു 1/2 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോൾ ഉള്ളിയും ക്രഷ്ഡ് ചില്ലി പൗഡറൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കപ്പ തട്ടിക്കൊടുക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ കപ്പ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാം ചെയ്ത് നോക്കണം കേട്ടോ.